friends, welcome to Shali's kitchen. ഇന്ന് ഞാനൊരു വെള്ളക്കടലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ടുള്ള ഈസി വേയിലുള്ള ഒരു ചാട്ടാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഒരു ചെറിയ കപ്പ് വെള്ളക്കടല 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് കുക്കറിൽ കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഒരുപാട് വെന്ത് ഉടയണ്ട കേട്ടോ, നമുക്ക് ബൈറ്റ് സൈസ് ഇട്ട് കിട്ടണം. അപ്പോൾ ജസ്റ്റ് ഇത് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ വെള്ളക്കടല ഇവിടെ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 4 പൊട്ടാറ്റോ ചെറുതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി തൊലി കളഞ്ഞിട്ട് ചെറിയ കട്ടായിട്ട് ക്യൂബ് സൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഉള്ളി ഞാൻ ചെറുതായി കഷ്ണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ തക്കാളി മുറിച്ചിട്ടുണ്ട്. കുറച്ച് കൊറിയാണ്ടർ ലീവ്സും. എൻ്റെ കൊറിയാണ്ടർ ലീവ്സ് തീർന്നു, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതെല്ലാം സെറ്റ് ചെയ്യും. ഓക്കെ, 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗർ പഞ്ചസാര കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം. ഇൻ കേസ് ഇത് ഭയങ്കര കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഉള്ളത് നമുക്ക് 2 ചട്നീസാണ്, ഗ്രീനും ടാമറിൻ ചട്നി. അപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഇതിൻ്റെ ഗ്രീൻ ചട്നി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് പകുതി 1/2 കപ്പ് പുതിന മിൻറ്റ് ലീവ്സ്, 1/2 കപ്പ് ഇത് മല്ലിയില കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും. ഇതെല്ലാം കൂടി ഒരു മിക്സിയിൽ ഇടാം കേട്ടോ. മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇട്ടിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ചട്നി റെഡിയാവും, ഗ്രീൻ ചട്നി റെഡിയാവും. ഓക്കെ, ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് നാരങ്ങ ഇത് പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ, ഇതിൽ സീഡ് വേണം, സീഡ് മാറ്റണം കേട്ടോ. സോ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ടാമറിൻ ചട്നിയാണ് ഇത്. നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയും കുറച്ച് ഉപ്പും കുറച്ച് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് അതിങ്ങനെ വേവിച്ചെടുക്കാം. ഇതുപോലെ തിക്കായിട്ട് വരണം കേട്ടോ സോസ്. അപ്പോൾ നമുക്കിത് അസംബിൾ ചെയ്യാം. നമുക്ക് ചാട്ട് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് പാപ്പടി പറഞ്ഞിട്ട് കടയിൽ കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലുള്ള സ്ട്രിപ്പായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇതില്ലെങ്കിലും നിങ്ങൾക്ക് വെള്ളക്കടല മാത്രം യൂസ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇത് ഇട്ട് കൊടുക്കാം, ഒരു ലെയർ. ഓക്കെ, ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, ചെന്ന ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ, കടല. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇതിട്ട് കൊടുക്കാം. ഓക്കെ, പൊട്ടാറ്റോ മുറിച്ച് വെച്ചതില്ലേ അതിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ഈ പൾസസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും കേട്ടോ. സോ ഇതിട്ടിട്ടുണ്ട്. കുറച്ച് തൈര് ഞാനിങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുകയാണ്, ഫുള്ള് അങ്ങനെ ഒഴിക്കുന്നില്ല. ഓക്കെ, തൈര് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാട്ട് മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
പിന്നെ കുറച്ച് ജീരകം ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അധികം ഉപ്പ് ഇടുന്നില്ല ഇപ്പോൾ. ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ ചട്നീസില്ലേ അതും ഇങ്ങനെ കുറച്ച് എല്ലാ ഭാഗത്തും വേണ്ട, ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ടാമറിൻ ചട്നി ഇതിലേക്ക് നമ്മൾ ടാമറിൻ ചട്നി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇതിട്ട് കൊടുക്കുക. ഉള്ളി, തക്കാളി, പിന്നെ കൊറിയാണ്ടർ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പാപ്പടിയില്ലേ അതിങ്ങനെ കുറച്ച് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പാപ്പടി ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇതുപോലെ ഇനി കുറച്ച് തൈര് ഇങ്ങനെ ഇതുപോലെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു പോപ്പ് ഓഫ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടാമറിൻ ചട്നി കുറച്ചും കൂടി കൊറിയാണ്ടർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാൻ നല്ല രസം ഉണ്ടാവേ. സോ ഇപ്പം നമ്മളുടെ ചാട്ട് ഇവിടെ റെഡി. ഇത് നല്ലൊരു സ്നാക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. നാട്ടിലിപ്പം മഴയൊക്കെ അല്ല, ആ സമയത്ത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ മാംഗോ ലസ്സിയുടെ കൂടെയൊക്കെ ഇത് നല്ല അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.